സ്തോത്രം. എന്നുடைய സ്നേഹിതനായ SART മോഹൻ പാസ്റ്റർ, അദ്ദേഹം നിത്യവെളിച്ചം, അവിടെ താനേ മകളെ നിത്യവെളിച്ചം அப்படி ഒരു TV ചാനൽ അവരെ ഓപ്പൺ പണി. അപ്പോൾ അതിനോട് സ്ട്രീമിംഗ് ആണ്. അവർ മെസ്സേജ് ചെയ്തി എടുത്തോട്ടെ എപ്പടി മധ്യാഹ്നത്തിൽ അങ്ങനെ കേട്ടു. അവർ വന്നു. അവരെയും കർത്തർ ആശീർവദിക്കട്ടു. പ്രത്യേകിച്ച് ഇന്ന് കാലയിൽ നമ്മൾ ആവീൻ അഭിഷേകം നമുക്കുള്ളേ വന്നിരുന്നാൽ എന്ന ഗുണങ്ങൾ കിടക്കും എന്നതേക്കുറിച്ചാണ് നമ്മൾ കാലയിൽ പഠിച്ചത്. മുതലാവത് നമ്മൾ പഠിച്ചു, പരിശുദ്ധ ആവീൻ അഭിഷേകം നമുക്കുള്ളേ വരുമാണ് ബലനടയും. ബലനടയുമ്പോൾ നല്ല പാട മുടിയും, ആരാധിക്ക മുടിയും, നല്ല വസനം പഠിക്ക തുടങ്ങും. അപ്പോഴത് നാം യേശുവക്ക് സാക്ഷികളാകും. യേശുവക്ക് സാക്ഷിയായി വാഴുമ്പോൾ ആമേൻ ஏசப்பா அவர்களை சேர்க்குவதற்கு மிகவும் சீக்கிரமாய் வரப்போகணும். ஹல்லேலூய. യേശുവിൻ സാക്ഷികളെ ആമേൻ കർത്തരാകിയ യേശു വരുമ്പോൾ കർത്തരുടെ സമൂഹത്തിൽ പരലോകത്തിലേക്ക് എടുത്തുകൊള്ളുമെന്ന് നമുക്ക് தெரியும். അപ്പോഴത് അഗ്നി നരകത്തുക്കുള്ള ഇന്ന് നമ്മുടെ ആവി തപ്പു വയ്ക്കും. അപ്പോൾ അഗ്നിക്കുള്ള ഇന്ന് നമ്മുടെ ആവി തപ്പു വെക്കണമെങ്കിൽ പരിശുദ്ധ ആവിൻ ബലം തേവൈ. കരമുയർത്തി ഹല്ലേലൂയ. അത് താൻ കാലയിൽ നമ്മൾ മുതലാവത് പഠിച്ചത്. രണ്ടാമത് നാം പഠിച്ചു, പരിശുദ്ധ ആവിൻ അഭിഷേകം നമുക്കുള്ളേ செயல்படுമ്പോൾ വെളിപ്പെടുത്തലുകൾ കിടക്കും. ഹല്ലേലൂയ. എന്നെ കിടക്കും? വെളിപ്പെടുത്തലുകൾ നമുക്ക് കിടക്കും. അവിടെ രണ്ട് കാര്യങ്ങൾ താൻ നാം പഠിച്ചത്. ഇന്ന് നൈറ്റിൽ നമുക്ക് ആമേൻ സ്തോത്രം മീതിയുള്ള കാര്യങ്ങളെ പഠിക്കാം. ഒരു നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ എന്നുള്ള ഒരു മലയാളം പാടലിനോട് ചില വരികൾ ഞാൻ പാടി ആമേൻ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്ന ട്രാക്ക് എൻ്റെ കയ്യിലുണ്ട് മൊബൈലിൽ. അപ്പം അതുകൊണ്ട് ആമേൻ സ്തോത്രം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ആമേൻ എല്ലാവർക്കും തെരിഞ്ഞ പാടലെന്ന് നനയ്ക്കുന്നു. സ്തോത്രം. ആമേൻ അതിനോട് ചില വരികൾ പാടി കർത്താവിനെ ആരാധിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നല്ല കർത്തരെ ആരാധിക്കലാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളെയും തട്ടി വായ്കളെ തുറന്ന് ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം அப்பா. உம்மை துதிக்கிறோம் அப்பா, உம்மை வாழ்த்துகிறோம் அப்பா. ஹல்லேலூய, ஹல்லேலூய. இப்படிப்பட்ட வாய்ப்புகளை எங்களுடைய வாழ்க்கையில் தந்த நல்ல தேவனே உமக்கு ஸ்தோத்திரம் அப்பா, ஸ்தோத்திரம் அப்பா, ஸ்தோத்திரம் அப்பா. நன்றியோടെ ஸ்தோத்திரம் அப்பா. எல்லாரும் கொஞ்ச நேரம் அப்படியே கைகளை தட்டி ഹാൽഖന ബലഗടഗണ ബല ഭൗഷണ ബലഗടഗരികൾ ഖമാന ബലഗടഗണ ബലബ. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ദൈവാതി ദൈവമേ, സർവശക്തനേ, സർവവ്യാപിയേ, സർവജ്ഞാനിയേ, നിത്യനും നീതിമാനുമായ ഏക സത്യ ദൈവമേ, ഈ രാത്രി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ആൽഖന ബലഗടഗണ ബസിയ വൈഡബ്രബന ബലബ റന്ദൽ ഖമാന ഗടഗണ ബൽ ഖമാന ഗടഗണ ബലബ. ഇന്ന് രാത്രി എല്ലാവരെയും അങ്ങയുടെ അഭിഷേകത്താൽ, ശക്തിയാൽ, കൃപകളാൽ, ആത്മാവിന്റെ മാരിയാൽ ജീവിപ്പിക്കുന്നതിന് സ്തോത്രമപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി അപ്പാ, സ്തോത്രമപ്പാ. സ്വർഗത്തിലെ നല്ല നാഥ, ഇന്ന് രാത്രി എങ്ങളിടത്തിൽ പേസപ്പോകയാൽ സ്തോത്രം. தேவையான வார்த்தைகளை தந்து எங்களை ஆசீர்வதிச்சு உயர்த்த போகையால் ஸ்தோத்திரம் அப்பா. என்ன காரியங்கள் நீ செய்வான் ஆഗ്രഹിക്കുന്നുവോ അത് അത്തനെയും ഇங்கே വെളിപ്പെടட்டும் ആண்டവരേ. அதுக்கு தடையான அத்தனை வல்லமைகளையும் இயேசு கிறிஸ்துவின் நாமத்தில் அப்புறப்படுத்தி ஜெபிக்கிறோம் கர்த்தர். எங்களிடத்தில் பேச போகையால் நன்றி இயேசுவின் நாமத்தில் பிதாவே, ஆமென். கரவை சப்தம் உயர்த்தி ஹல்லேலூயா. കർത്തർ ആശീർവദിക്കട്ടെ. പരിശുദ്ധ ആവിൻ അഭിഷേകം നമുക്കുള്ളേ ആമേൻ വെളിപ്പെടുമാണ്. സ്തോത്രം. എന്ന ഗുണങ്ങൾ കിടക്കും എന്നതിനോട് രണ്ട് കാര്യങ്ങൾ താൻ നാം പഠിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ മൂന്നാമത് ആമേൻ പ്രിയപ്പെട്ടവരെ, ദൈവ ആവിൻ അഭിഷേകം നമുക്കുള്ളേ വെളിപ്പെടുമാണ് കിടക്കുന്ന മൂന്നാമത് വിശേഷം 1 കൊരിന്ത്യർക്ക് എഴുതിയ രൂപം അതിനുടെ 14-ാം അധികാരം അതിനുടെ 2-ാമത് വചനത്തെ നമുക്ക് പഠിപ്പോം. 1 കൊരിന്ത്യർക്ക് എഴുതിയ രൂപം അതിനുടെ 14-ാം അധികാരം അതിനുടെ 2-ാമത് വചനം. അന്യഭാഷയിൽ പേസുகிறവൻ ആവിയിനാലെ രഹസ്യങ്ങളെ പേസിനാലും ദേവപിള്ളകളെ, പരിശുദ്ധാവിൻ അഭിഷേകം നമുക്കുള്ള വെളിപ്പെടുമ്പോൾ
മൂന്നാമതായി നമുക്ക് കിടക്കുന്ന വിശേഷമാണ് ഗുണം എന്ന് പറയുന്നത്. ഇங்கே சொல்லப்படணும், ஸ்தோத்திரம், அந்நிய பாஷையில் பேசி ஜெபிக்குவதற்கு கிருபையை கிடைக்கும். கை உயர்த்தி ஹல்லேலூயா. அந்நிய பாஷையில் பேசுகிறவன் மனுஷனிடத்தில் பேசாமல் யாரிடத்தில் பேசுന്നു? தேவனிடத்தில் பேசுന്നു. அவன் என்ன பேசுனது? ஆவியினாலே ரகசியங்கள். கை உயர்த்தி கர்த்தருக்கு மகிமையை கொடுக்கலாம். അപ്പോൾ ஆவியின் அபிஷேகம் உங்களுக்குள்ளே வெளிப்படும் போது அந்நிய பாஷையில் விண்ணப்பம் பண்ணுவதற்கு கிருபையை கிடைக்கும். ஸ்தோத்திரம். அப்பொழுது രഹസ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. രഹസ്യமான കാര്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. സ്തോത്രം. ഞാൻ ഇതേക്കുറിച്ച് ഉള്ളിടത്തിൽ ചൊല്ലുമ്പോൾ കേരളാവില് ആശാരി ഉപദേശി PV ആശാരി അപ്പടിപ്പെട്ട ഒരു ഊഴിയക്കാരൻ പണ്ട് നാളുകളിൽ ഇരുന്നത്. അവര് കൊട്ടാരക്കര പകുതിയിൽ ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ ചെയ്തി കൊടുക്കുവാനായി ഏറി വന്നപ്പോൾ അവരുടെ ഉടമ്പിൽ ഏതോ ഒരു ബലഹീനം ഏർപ്പെട്ടു. അവർക്ക് ചെയ്തി കൊടുക്ക മുടിയല്ല. അപ്പൊ അവര് അനൗൺസ് ചെയ്തു, ഏതോ ഒരു തടൈ, ഉടമ്പുക്ക് ഏതോ ഒരു ബലഹീനം. അത്തனை പേരും ആവിയിൽ ജപം பண்ணணும், അന്യ ഭാഷ பேசி ஜபம் பண்ணணும். ஆமென். அதுதான் நாம் இங்கே வாசிக்கணும் இல்லையா? ஸ்தோத்திரம். அந்நிய பாஷையில் பேசுகிறவன் என்ன செய்யணும்? மனுஷனிடத்தில் பேசாமல் தேவனிடத்தில் பேசும். பேசும்போது ரகசியங்கள் வெளிப்படும். இந்த கூட்டத்துக்கு தடையான என்ன ரகசியமோ ஆவியில் ஜெபம் பண்ணின கர்த்தர் அது வெளிப்படுத்தும், அதை நீக்கிவிடும். கையை உயர்த்தி ஹல்லேலூயா. உங்களோட வாழ்க்கைக்கு ஸ்தோத்திரம் விரோதமாய் என்ன காரியங்கள் செயல்படணும், உங்களுடைய எதிர்காலம் ஆசீர்வாதமாய் போகுவதற்கு தடையாய் என்ன காரியங்கள் இருக்கணும், அந்த ரகசியங்கள் நீ ஆவியில் ஜெபிக்குമ്പോൾ கர்த்தருடைய ஆவி வெளிப்படுத்தும். கை உயர்த்தி தேவனுக்கு மகிமை. അതിന് പരിശുദ്ധാത്മാവിൻ അഭിഷേകം பெற்றுக்கொள்ளണം. அப்ப ஊழியக்காரன் இதை சொல்லிய போது அந்த கன்வென்ஷன் கூட்டத்துக்கு வந்த அத்தனை பேரும் அந்நியபாஷ பேசி ஜெபிக்க தொடங்கி. ഒരു ചില നിമിഷങ്ങൾ ആവിയും ജപവും ആരാധനയും അങ്ങേ ഏറടിക്കപ്പെട്ടു. திடீர்னு அங்கே இருந்த ஒரு சகோதரி, அவருடைய நெய் அன்னம்மாளோ அப்படி ஏதோ ஒரு பேருள்ள ஒரு சிஸ்டர் அங்கே இருந்தது. அவர்கள் சீக்கிரமா எழும்பி இந்த ஊழியக்காரனை பார்த்து அந்த மக்களின் மத்தியே இப்படி சொல்லி, ஊழியக்காரனை, உங்களை சேதப்படுத்துவதற்கு ஒரு நபர் இங்கே ஒரு கத்தியோட இருக்கிறதை கர்த்தர் வெளிப்படுத்தணும். இதே சொல்லிய நிமிஷம் அத்தனை மக்களும் பயந்தும், யாரு? ஊழியக்காரனை கொலை செய்வதற்கு கத்தியோட இங்கே இருக்கிறது யாரு? அப்படி எல்லாரும் பயந்து நோக்கும் போது திடீர்னு அங்கே ஒரு நபர் எழும்பி, அவரு ஒரு ரவுடி, ஆனா வெள்ளை சட்டையை போட்டு வந்து ஃப்ரெண்டிலே இருக்கணும். எதுக்கு வந்ததுன்னு தெரியுமா? இந்த ஊழியக்காரனை கொலை செய்வதற்கு கொட்டேஷன் எடுத்து வந்தது. അവരുടെ മുണ്ടിനുടെ ഉള്ളിൽ അരക്കെട്ടിൽ കത്തി ഒളിപ്പിച്ചു വെച്ചതാണ് വന്നിരിക്കുന്നത്. ഊഴിയക്കാരൻ ചെയ്തിയുടെ മധ്യേ മക്കൾക്കായി ജപിക്കുവതற்கு ഇറങ്ങി വരുമ്പോ இந்த ஒளிപ്പിച്ചു വെച്ച കത്തിയെ വലിച്ചൂരി ഇവരുടെ വയറെ കുത്തിത്താത്തി ഓടുവதற்கு കൊട്ടേഷൻ മേടിച്ച് വന്നവർ ഇവരെ. അന്ന് അന്യഭാഷയിലെ ജപം ഏറടിക്കപ്പെടുമ്പോൾ ആ രഹസ്യം ഊഴിയക്കാരിക്ക് വെളിപ്പെട്ടു. അവരത് പബ്ലിക്കായി ചൊല്ലിയപ്പോ இந்த நபர் பயന്നു. மிகவும் ரகசியமாய் வச்ச இந்த காரியம் எப்படி ஒரு சாதா சகோதரிக்கு வெளிப்பட்டது? அவன் பயந்து அந்த கத்தியை ஊறி ஸ்தோத்திரம் மக்கள் காண்கே வலிச்சறிஞ்சு அங்கே கமிழ்ந்து வீணு, உண்மையிலே இவிட தேவன் இருக்கு, உண்மையிலே இங்க தேவன் இருக்க என்று இயேசுவை ரட்சகராய் ஏற்றுக்கொண்டு ஹல்லேலூயா. அபிஷேகம் உனக்குள்ளே வெளிப்படுமானா ரகசியங்கள் வெளிப்படும். புரிந்தவர்கள் ரபல் கமான பலபா. அதனால் நமக்கு ஆவியில் ஜெபிக்கணும். ஹல்லேலூயா, ஹல்லேலூயா. இயேசு கிறிஸ்துவின் நாமத்தில் பரிசுத்த ஆவியில் ஜெபிக்கிற ஒரு சேனா இங்கே எழும்பி வரட்டும். ரபல் கமனபல பௌடல பரபா ஆல்க பிரபனபல் கமசியான பலபா. ஹல்லேலூயா, ஆமென், ஆமென். നമുക്കിത് അപ്പോസ്തല നടപടികൾ അതിനുടെ 5-ാം അധികാരം
3வது வசனம் வாசிக்கும் போது ஆமென் இப்படிப்பட்ட ஒரு சம்பவத்தை காண முடியும். அப்போஸ்தல நடபடிகள் 5ஆம் அதிகாரம் அதனுடைய ஸ்தோத்திரம் 3வது வசனம். അനന്യ എന്ന മനുഷ്യൻ, സ്തോത്രം, അവനൊരു തപ്പ് ചെയ്ത് കർത്തരുടെ സമൂഹത്തിൽ വന്നപ്പോൾ പേതറുക്ക് അത് വെളിപ്പെട്ടു. കൈ ഉയർത്തി ഹല്ലേലൂയ. ആവിയിൽ ജപിക്കുന്ന പേതറുക്ക് അത് വെളിപ്പെട്ടത് താൻ നമ്മ അങ്ങേ വാസിക്കുന്നത്. ഇനി അതിലൂടെ 9ാമത് വസനം. സ്തോത്രം. കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ദേവപിള്ളകളെ, ഇവിടെ അനന്യാസ് സഫീറ, തമിഴിൽ അതൊക്കെ എന്നെ ചൊല്ലും, അനന്യ സഫീറ, അപ്പടിതാനേ? ഹല്ലേലൂയ. ഇവர்கள் 2 പേരും ഒരു തപ്പ് ചെയ്തത് ആവിയിൽ ജപിച്ച പേതറുക്ക് അത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോഴത് പരിശുദ്ധ ആവിயின் அபிஷேகம் உனக்குள்ள செயல்படுமானா மறைந்திருக்கிற பல ரகசியங்களும் தேவன் உனக்கு வெளிப்படுத்தும். நம்பிக்கையுள்ளவர் ஆமென். கொஞ்ச நேரம் அப்படி ஆவியின் அபிஷேகத்தால் என்ன நிறைக்க வேணுமப்பா, பரிசுத்த வல்லமையால் என்ன நிறைக்க வேணுமப்பா. எத்தனை பேர் ஜெபம் பண்ணும்? ராக்கல பரபலமன பல பௌடல பரபா. இயேசுவின் மகத்துவம் மகத்துவம் மகத்துவம். நல்ல கர்த்தருக்கு ஸ்தோத்திரம். ஹல்லேலூயா. Praise the Lord, praise the Lord, praise the Lord. Hallelujah. സന്തോഷമുള്ളവർ ഒരു മുறை കൂടി ഹല്ലേലൂയ. പരിശുദ്ധാവിൻ അഭിഷേകം വെളിപ്പെട്ടാൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടും. ആമേൻ. ഈ കേരളാവില് ഒരു ഊഴിയക്കാരനുണ്ട്, അവരുടെ പേര് രാജു മേത്ര. ആമേൻ. അദ്ദേഹം വല്ലമയായി കർത്തരാൽ ഭയപ്പെടുത്തപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രഭാഷകൻ കൂടിയാണ് ആ ഊഴിയക്കാരൻ. അദ്ദേഹം ചൊല്ലിയ ഒരു സാക്ഷ്യം ജ്ഞാപകത്തിൽ വരണു. கொஞ்ச காலங்களுக்கு முன்ப് ആ ഊഴിയക്കാരൻ ഒരു കൺവെൻഷൻ കൂട്ടത്തേക്ക് പോകാനായി വീട്ടിക്കുള്ള നിന്ന് ബൈക്ക് എടുത്ത് പോയി. അവർ വീട്ടിൽ നിന്ന് കാലയിൽ കിളമ്പിയ കൊഞ്ച ടൈമുക്കുള്ള ഇടുക്കി പകുതിയിൽ നിന്ന് കിട്ടത്തട്ട ഞാൻ നിനക്കൊരു 100 കിലോമീറ്ററോ മറ്റോ പ്രയാണം ചെയ്ത് അങ്ങേ ഇനി ഒരു ഊഴിയക്കാരൻ വന്നു. ഇവരുടെ മനവിയിട്ട് കേട്ടു, ഊഴിയക്കാരൻ എങ്കേ, രാജുമേത്ര പാസ്റ്റർ എങ്കേ? അപ്പൊ അവര് പറഞ്ഞു, ആമൻ അച്ചായന്റെ ഇപ്പൊ കൂട്ടത്തേക്ക് പോയി. അപ്പോഴത് ഈ പാസ്റ്റർ അയ്യോ പോയോ ഇപ്പടി കേൾവി കേട്ടു. എന്നാ എന്ന് മനവി കേട്ടപ്പോൾ ഇവർ ചൊല്ലി, എനക്കൊരു വെളിപ്പെടുത്തൽ ഉണ്ടായതിനാൽ താൻ ഞാൻ ഇങ്ങേ വന്നത്. സ്തോത്രം. ഞാൻ ജപം പണിയിട്ടിരിക്കുമ്പോൾ നെറ്റിൽ ഇന്നേക്ക് രാജു മേത്ര പാസ്റ്റർ കൂട്ടത്തേക്ക് പോകുമ്പോൾ ബൈക്ക് ആക്സിഡന്റിൽ ഇറന്നു പോണത് കൃത്യമായി കാണിച്ചു കർത്താൻ. പോകക്കൂടാതെ എന്ന് ചൊല്ലുവതற்கு താൻ ഞാൻ ഇങ്ങനെ വന്നത്. ഇത് ഞാൻ നനയ്ക്കുന്ന ഒരു 10-35 കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യം. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ അന്നില്ല. കൈ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. പോകക്കൂടാതെ എന്ന് ചൊല്ലുവതற்கு முதலாவது ബസ്സേ എടുത്ത് ഞാൻ വന്നത്. അപ്പോഴത് മനവി ചൊല്ലി, അത് താൻ എന്നോട് അച്ചായൻ ജപിക്കണ ആറാ, உங்களுக்கு முடியுமான கொஞ்ச நேரம் ஜபம் பண்ணுமோ அப்படி ஒரு கேள்வி கேட்டு. അങ്ങനെ ഈ ഊഴിയക്കാരൻ அந்த அறைக்குள்ளே கயറി 1 மணி நேரம் ஆவியில் ஜபம் பண்ணி, அதுக்கப்புறம் அவர் வெளியே வந்து மனைவியிட்ட சொல்லி, സമാധാനമായി സിസ്റ്റർ, அந்த ആക്സിഡന്റ് ഇപ്പോ ഒളിഞ്ഞു പോയി എന്ന് കർത്തരുടെ ആവി ചൊല്ലി. എന്നോട് ദൗത്യം മുടിഞ്ഞു, ഞാൻ കിളമ്പുന്നു എന്ന് പറഞ്ഞ് അവർ തിരിച്ച് ഇടുക്കിയിലേക്ക് പോയി. ഹല്ലേലൂയ. ഇവർ അന്ത വീട് വിട്ട് പോനതും ബസ് ഏറിയ ഉടനെ അന്നാൾക്കളിൽ ലാൻഡ് ഫോണുകൾ ഇருக்கு, പഴയ കാലങ്ങളിലെ ലാൻഡ് ഫോൺ, അതിലേക്ക് കോൾ വന്നു. ഈ ഊഴിയക്കാരൻ ഏതോ ഒരു STD ബൂത്തിൽ കയറി കോൾ ചെയ്യണതാ. ஞாபகம் இருக்கா? പണ്ട് കാലം STD ബൂത്ത് എല്ലാം ഇരിക്കണ കാലം. ഓക്കെ, അങ്ങേ കയറി കോൾ ചെയ്യുകയാ. മനവി എടുത്തപ്പോൾ അവർ ഇപ്പടി ചൊല്ലി, ഇന്നേക്ക് ഞാൻ ബൈക്ക് ഓട്ടിയിട്ട് പോകുമ്പോ എന്നോട് മുന്നേ ഒരു ലോറി മുളങ്കമ്പ് കയറ്റി ഒരു ലോഡുമായി ഒരു ലോറി പോയിട്ടേ ഇരുന്നു. ഞാൻ അതിനിടെ പിന്നെ പോയിട്ടിരുന്നു. തിടീന്ന്
அந்த ലോറിയെ കെട്ടിവെച്ച കയർ പൊട്ടിപ്പോയി. ഞാൻ പാത്തുകൊണ്ടിരിക്കയിൽ എൻ നെഞ്ചുക്ക് നേരെ സ്തോത്രം ആ മുളം കമ്പ് അതിനുടെ ഒരു കെട്ട് എൻ നെഞ്ചുക്ക് നേരെ പാഞ്ഞെടുത്തു. എല്ലാം മുടിഞ്ഞു വിട്ടതെന്ന് നനച്ചു. ആനാ അത് തൊട്ടില്ല എന്ന മട്ടിൽ ഇങ്ങനെ ചേർന്നുരസി അങ്ങ് പോയി. ഒരു 1/4 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ ഇന്നേക്ക് ഞാൻ ആ റോട്ടിക്കുള്ള പിടഞ്ഞു തീരുമായിരുന്നു. ആമൻ. എൻ മനവിയെ എൻ കൈയെല്ലാം വിറയ്ക്കണു, ബൈക്ക് ഓടിക്ക മുടിயாது அப்படி சொல்லி தான் கூப்பிட்டது. அப்பொழுது மனைவி சொல்லி, ஆமன், நீங்க இங்கே இருந்து கிளம்பிய உடனே இடுக்கியில் நின்று ஒரு ஊழியக்காரன் இன்னைக்கு உங்களுக்கு பைக் ஆக்சிடென்ட் உண்டாகும் என்று வெளிப்படுத்தல் கிடைச்சதினால் நம்முடைய ரூமுக்குள்ளே 1 மணி நேரம் ஆமன் அவர் ஜெபம் பண்ணிட்டே இருந்தோம். கொஞ்சம் முன்பே அவர் எழும்பி இப்படி சொல்லி, ஓ സമാധാനമായി அந்த ആക്സിഡന്റ് ഒളിക്കപ്പെട്ടതെന്ന് കർത്തർ ചൊല്ലി എന്ന് പറഞ്ഞ് ലാസ്റ്റ് ബസ്സിൽ അവർ പോയി. ആവിயின் അഭിഷേകം செயல்படுமான റിബലകടക വരപ്പോണ വിഷയം കർത്തരുടെ ആവിയാനവർ പേസും. അൽ കനബല കടകനബൽ ഖമസിയാനബലബ അന്തൽ ഖമസിയാനബലബ. അതിനാൽ ഇന്ന് രാത്രി എത്ര പേർ ഉള്ളു തുറന്ന് ജപിക്കും? അപ്പാ ഉമദ് ആവിയിനാൽ അഭിഷേകത്താൽ എന്നെ നിറയ്ക്ക വേണമാണ്ടവരെ. റബൽ ഖമനബല ബൗഡലബസി അന്തരാ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധാവിயின் അഭിഷേകം നമുക്കുള്ള செயல்படும்போது നമുക്ക് കിടക്കുന്ന 3ാമത് വിശേഷമാണ് ആമേൻ, വെളിപ്പെടുത്തലുകളും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും കർത്തർ നമുക്ക് വെളിപ്പെടുത്തി തരും. അത് താൻ ആ അന്യഭാഷയിലെ ജപം. കൈ ഉയർത്തി ഹല്ലേലൂയ. நிறைய மக்கள் நினைக்கும், எதுக்கு இந்த மாதிரி கை தட்டி கலபிலான்னு பேசுனது? அப்படியல்ல. பரிசுத்த ஆவி அப்போஸ்தல நடபடிகளில் 1வது மக்களிடமேல் வெளிப்பட்டപ്പോൾ கொடுத்த கிருபை தான் அந்நிய பாஷை. அவர்கள் எல்லாரும் பரிசுத்த ஆவியினால் நிரப்பப்பட்டு ஆவியானவர் தங்களுக்கு தந்தருளின வரத்தின்படி வெவ்வேறு பாஷைகளிலே பேச தொடங்கினார்கள். அந்நிய பாஷை பேசும்போது பைபிள் சொல்லுங்க, அவன் மனுஷனிடத்தில் பேசாமல் தேவனிடத்தில் பேசுகையால் ஆவியின் ரகசியங்கள் வெளிப்படும். அல்லேலூயா. സ്തോത്രം. അതിനാലാ പരിശുദ്ധ ആവിയിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ഊഴിയர்கள் വിശ്വാസ മക്കൾ ജപം പണ്ണുമ്പോ അനേകരുടെ മനസ്സിക്കുള്ള ഒളിഞ്ഞിരിക്കും രഹസ്യങ്ങൾ അവർ വെളിപ്പെടുത്തുന്നത്. പുരിന്തവர்கள் കൈയോ ഉയർത്തി ഹല്ലേലൂയ. അതിനാൽ ഈ 2026 ആണ്ട് പ്രാരംഭ നാൾകളിൽ ആവിயின் അഭിഷേകം ഉங்களுக்குள்ள வெளிப்படுவதற்கு நீங்க ஜெபம் பண்ண வரப்போனது கர்த்தர் உங்களுக்கு வெளிப்படுத்தும். நம்பிக்கையுள்ளவர் கையை உயர்த்தி ஹல்லேலூய. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആവിயின் അഭിഷേകം ആമൻ കർത്തർ നമുക്കുള്ള പകരുമാണ്. നമുക്ക് കിടക്കുന്ന 4ാമത് വിശേഷം അപ്പോസ്തല നടപടി 16-ാം അധികാരം അതിനുടെ 18-ാമത് വസനം. അപ്പോസ്തല നടപടികൾ 16-ാം അധികാരം അതിനുടെ 18-ാമത് വസനം. ഹല്ലേലൂയ. സ്തോത്രം. നല്ലായിരിക്കും മോനെ, നീ മൈക്ക് വായിക്കേ. സ്തോത്രം. അപ്പോൾ ഉച്ചത്തിൽ കേൾക്കാലോ. ആരെങ്കിലും ഒരാൾ വായിക്കുന്നവരാണെങ്കിൽ സ്തോത്രം. ഈ മൈക്ക് അങ്ങ് എടുത്തു കൊടുത്തേ മോനെ. ഹല്ലേലൂയ. കുഴപ്പമില്ലല്ലോ പാസ്റ്റർ. ഞാൻ ഈ കോർഡ്ലെസ് മൈക്ക്. ഹല്ലേലൂയ. ഉറക്കെ വായിച്ചോ. പരിശുദ്ധ ആവിயின் അഭിഷേകം നമുക്കുള്ള செயல்படுமான 4ാമത് വിശേഷം. നീ ഒരു വാർത്തയെ പേസിനാൽ, സിനം കൊണ്ട് നോക്കിനാൽ അശുദ്ധ വല്ലമകൾ പുറത്തു പോകും. പിശാചുകളെ തുരത്തുവதற்கு കൃപയെ கிடைக்கும். കൈ ഉയർത്തി ഹല്ലേലൂയ. ആവിயின் അഭിഷേകം നമുക്കുള്ള വെളിപ്പെടുമ്പോൾ என்ன നടക്കും? പിശാചുകളെ തുരത്തുവதற்கு നമുക്ക് കൃപയെ கிடைக்கும். ആമേൻ. പിശാസ് നമ്മെ തുരത്തുവാരോ അതോ നാം പിശാസെ തുരത്തുവാരോ? ஆமா, அப்படித்தான் சொல்லணும். அல்லேலூயா. பிசாசை நம்மை துரத்த மாட்டேன், நாம் என்ன செய்யும்? பிசாசை துரத்துவார்கள். அல்லேலூயா. மார்க் எழுதிய சுவிசேஷம் அதனுடைய 16-ாம் அதிகாரம் 17-ாமது வசனம். மார்க் எழுதிய சுவிசேஷம் 16-ாம் அதிகாரம் அதனுடைய 17-ாமது வசனம். വിശ്വസിക്കുന്നവരാൽ നടക്കും അടയാളങ്ങളെ അവന് എൻ നാമത്തിനാലേ என்ன செய்வாங்க? பிசாசுக்களை துரத்துவார்கள். கை உயர்த்தி ஹல்லேலூயா. അപ്പോൾ ദൈവപിള്ളകളെ, പരിശുദ്ധ ആവിயின் അഭിഷേകം
നമുക്കുള്ള വെളിപ്പെടുമാണ് കിടക്കും. നാലാമത് ഗുണമെന്ന് പറയുന്നത് പിശാചുക്കളെ തുരത്തക്കൂടിയ അധികാരം കർത്തർ നമുക്ക് കൊടുക്കും. ഹല്ലേലൂയ. അപ്പോസ്തല നടപടികൾ അതിനുടെ 19-ാമത് അധികാരം 19-ാമത് വചനം കൂടെ വാസിക്കലാമേ. അപ്പോസ്തല നടപടികൾ 19-ാമത് അധികാരം അതിനുടെ 19-ാമത് വചനം. ആ മായവിദ്യക്കാരർ ആയിരുന്നവരിൽ അനേകർ തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവർക്കും മുമ്പാകെ സുട്ടരിച്ചാர்கள். ഞാനൊരു കാര്യം പറയാം, ഒരു പിശാസെ മറ്റുമല്ല, ആവിயின் അഭിഷേകം ഒരുവനുക്കുള്ള വെളിപ്പെടുമാണ് അന്ത ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ തുരത്തുവതർക്ക്. കൈ ഉയർത്തി ഹല്ലേലൂയ. കല്ലൂരി കൂടെ ഉടയ്ക്കുവതർക്ക് സ്തോത്രം. നീങ്ക നല്ല പുരിയണം. മായവിദ്യക്കാരായവർ തങ്ങൾ എന്നെ ചെയ്തു പുസ്തകങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രം. അതായത് അവരുടെ കല്ലൂരിയും കൂടെ തകർത്തു. ഹല്ലേലൂയ. ഒരു പൗലുക്കുള്ള ആവിயின் അഭിഷേകം വെളിപ്പെട്ടപ്പോ മായവിദ്യ പണിയിട്ടിരുന്ന, പിണ്ടിശൂന്യം ചെയ്തിട്ടിരുന്ന, മന്ത്രവാദം ചെയ്തിട്ടിരുന്നവർക്ക് ഒരു കാര്യം ദേവൻ പുരിയ വെച്ചു. ആമൻ പൂവും പൂജയും കൊടുത്തത് ചെയ്യണേ വിടെ ഒന്നുമില്ലാമൽ യേശുവെ രക്ഷിതാവായി ഏറ്റുകൊള്ളുമാണ്. കർത്തരുടെ ആവിയാണ് അവർ അത്ഭുതങ്ങളെ ചെയ്തു നടത്തും. ഹല്ലേലൂയ. സകല ആവിക്കും മേലെ താൻ പരിശുദ്ധാവി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും വീടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം ഓ എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ നാമത്തിനും മേലായ നാമമാ യേശുവിന്റെ നാമം. അതുകൊണ്ട് എല്ലാ ആവിക്കും മേലാന ആവിയ യേശുവിന്റെ ആവി, അത് താൻ പരിശുദ്ധാവി. കൈ ഉയർത്തി ഹല്ലേലൂയ. ആ പരിശുദ്ധാവിயின் അഭിഷേകം ഒരു പൗലുക്കുള്ള செயல்പ്പെട്ടപ്പോ മായവിദ്യ പണിയിട്ടിരുന്നവർക്ക് അവരുടെ പുസ്തകങ്ങളെ കൂടെ ചുട്ടരിച്ച് യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ടു. അവളോ പെരിയവൻ താൻ നമുക്കുള്ള ഉള്ളവൻ. அப்பொழுதாണ് அநேகர் பயந்திருக்கிறது. அவர் பிண்டிசூன்யம் பண்ணிட்டு இருக்கா, இவர் மந்திரவாதம் பண்ணிட்டு இருக்கா, அவர் செய்யணும், அவன் ஏதாவது பிண்டிசூன்யம் மூலமோ என் வாழ்க்கையில் இப்படி எல்லாம் போடா பிசாசேன்னு சொல்லணும். ஆவியானவர் உனக்குள்ள இருந்திருச்சா, உனக்குள்ள உள்ளவன் உலகத்தில் உள்ளவனை பார்க்கிலும் நம்பிக்கை உள்ளவர் கை உயர்த்தி ஹல்லேலூயா. யாக்கோபுக்கு விரோதமானா, இஸ்ராவேலுக்கு விரோதமானா, நல்ல நம்பிக்கையுள்ளவர் கையை அடிச்சு கர்த்தருக்கு ரபல் கமான பலமா ஆவியின் அபிஷேகம் உனக்குள்ளே வெளிப்படுமானா பிசாசுக்களை நீ துரத்தும், உன்னை துரத்த மாட்டேன். ஹல்லேலூயா, ആമേൻ. ഞാൻ ഇതേ പേസുമ്പോത് സാധു സുന്ദർ സിംഗ് എന്ന ഊഴിയക്കാരനെ പറ്റി എപ്പോഴും ചൊല്ലുവതുണ്ട്. അവർ ഒരിക്കൽ ഒരു ട്രെയിനിൽ പ്രയാണം പണിയിട്ടിരിക്കുമ്പോൾ അവരുടെ പക്കത്തിൽ ഒരു മന്ത്രവാദിയാണ് മനുതൻ അവരുടെ പക്കത്തിൽ വന്നു. തന്നുടെ ഭാണ്ഡത്തെ അങ്ങ് വെച്ച് അവർ ട്രെയിനിൽ വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴത് ട്രെയിൻ ഇനി ഒരു സ്റ്റേഷനിലെത്തി, നിറയെ ആളുകൾ കയറി. അന്ത ടൈമിൽ ഒരു വാലിബ പിള്ളை ഈ ആമൻ മന്ത്രവാദി വെച്ചിരുന്ന ഭാണ്ഡം കൊഞ്ചം തള്ളി വെച്ച് അങ്ങേ ഇരുന്നു. இந்த മന്ത്രവാദി വാഷ്റൂമെ വിട്ട് വെളിയെ വന്നപ്പോൾ ട്രെയിൻ ഫുള്ളായിരിക്കുന്നതും താൻ ഇരിക്കുന്നിടത്ത് വേറൊരുവൻ ഇരിക്കുന്നതും കണ്ടു. കോപം വന്നു മന്ത്രവാദിക്ക്. എഴുമ്പി മാറടാ, എന്നോട് ഭാണ്ഡം വെച്ചിരിക്കുന്നത് നീ കാണല്ലേ?
அப்படி கேள்வி கேட்டுக்கொண்டு கோபப்பட்டு அப்பொழுது ആ വാലിബ മകൻ இப்படி அமைதியாய் சொல்லி, ஐயோ இவ்வளோ തിരക്കായതിനാൽ ഞെരുക്കടി ആയതിനാൽ ഞാൻ கொஞ்ச டைம் அங்கே இருந்தது. ஆனா நீங்க அமைதியாய் சொல்லினாலும் நான் மாறுமில்லை, எதுக்கு இந்த மாதிரி கோபப்படணும்? அப்பொழுது மந்திரவாதி திரும்பியும் கோபப்பட்டு, நான் கோபப்படும், நான் யாருன்னு உனக்கு புரியுமா? அப்பொழுது அந்த வாலிப பிள்ளைக்கும் கோபம் வந்துருச்சா? அந்த பிள்ளை இப்படி சொல்லி, நீங்க யாராயாலும் எனக்கு ஒண்ணும் இல்லை, நான் இங்கே தான் இருக்கும். ஸ்தோத்திரம். திடீர்னு நான் இப்ப காட்டி தருவேன் என்று சொல்லி அந்த மந்திரவாதி ഭാണ്ഡத்துக்குள்ளே ഇരുന്ന ഒരു താളി ഓല കെട്ടെടുത്തു. താളി ഓല കെട്ടെന്ന് പറഞ്ഞാൽ പഴയ നാളുകളിൽ മന്ത്രങ്ങൾ എഴുതി വെച്ചിരുന്ന അതുക്കുള്ളേ താൻ. അതിൽ എഴുതി വെച്ച മന്ത്ര ജപങ്ങൾ ഏതോ ഉരുവിട്ട് അശുദ്ധ ആവിയെ അളയത്ത പോത് திடீர்னு இந்த வாலிப பிள்ளையின் மூக்கில் இருந்து பிளட் வர தொடங்கி, ചോര வர, രക്തം வர തുടങ്ങി. அந்த வாலிப பிள்ளை தலை சுற்றி இந்த மந்திரவாதியின் கால்களிലേക്ക് വീണു. ബോധം പോയി. என்னோட கையிலா நின் களி அப்படி சொல்லி ஒரு ചവിട്ടം കൊടുത്ത് இந்த மந்திரவாதி அந்த சீட்டில் കയറി ഇരുന്നു. அப்பொழுது பக்கத்தில் இருந்த ஒரு நபர் இதெல்லாம் பார்த்துட்டே இருந்தது. யாரு யாரு? சாது சுந்தரசிங். ஹல்லேலூயா. நீங்க எங்க இருக்கணும்னு ஆமென் அறிவதற்கு கேள்வி கேட்டது. ஹல்லேலூயா. அதோ மந்திரவாதியோடு சேர்ந்து போனா. ஹல்லேலூயா. கையை உயர்த்தி ஹல்லேலூயா. സാധു സുന്ദർ സിംഗ് എന്ന ഊഴിയക്കാരൻ പക്കത്തിലിരുന്ന് എല്ലാം பார்த்துட்டே ഇരുന്നത്. അവർ കണ്ണുകളെ തുറന്ന് ഈ മന്ത്രവാദിയിടത്ത് இப்படி കേൾവി കേട്ടു. ഏയ്, நீ என்ன செய்தது? எதுக்கு இந்த மாதிரியுள்ள காரியங்கள் எல்லாம் அந்த வாலிப பிள்ளையோடு செய்ய வேணும்? அவன் ஒரு பாவம் தானே, என்ன தப்பு அவன் உன்னிடத்தில் செய்தது? அங்கே இருந்தும் அவ்வளவுதானே, ഇതൊന്നും നല്ലതല്ല. அப்படி சொல்லியப்போ மந்திரவாதி கோபப்பட்டு ஊழியக்காரனிடத்தை சொல்லி, நீ அமைதியாயிரு, இல்லவிட்டால் உன் மூக்குக்குள்ளே இருந்து நான் என்ன வருத்தும்? രക്തത്തെ വരുത്തും. அமைதியாயிரு. அப்பொழுது ஊழியக்காரன் சிரிச்சிட்டு ஆமென் மிகவும் சாந்தமாய் கேள்வி கேட்டு, ஒரு சொட்டு ரத்தம் என்னோட மூக்குக்குள்ள என்ன வருத்த முடியுமா? இப்ப காட்டி தருவேன். கோபப்பட்டு திரும்பியும் அந்த ஆவியை கூப்பிட்டு இந்த மந்திர உச்சாரணங்கள் நடத்தி ஒரு சில நிமிஷங்களுக்குள்ளே மந்திரவாதியோட மூக்குக்குள்ளே இந்த பிளட் வர தொடங்கி. ஹல்லேலூயா. அந்த மந்திரவாதி பயந்து போய் தானு மூக்கு மாமன் இങ്ങനെ பொத்திப்பிடிச்சு அதுக்கப்புறம் கண்கள் மூடி ஏதோ தியானம் பண்ணியதுக்கு அப்புறம் கண்களை துறந்து சுந்தர் சிங் என்ற ஊழியக்காரனை பார்த்துப்படி சொல்லி, என்னோட சேவா ஆவிகளுக்கு அழிக்க முடியாத ஒரு பெரிய அக்னி வலயம் உனக்குள்ளே நான் காண்கிறோம். அதுதான் ஆவியானவரின் முத்திரை, அதுதான் பரிசுத்த அபிஷேகம். ஆம தேவ பிள்ளைகளே, ஆவியின் அபிஷேகம் உனக்குள்ளே இருந்திருச்சா எந்த மந்திரவாதம் எந்த பிண்டி சூன்யமும் உன் வாழ்க்கையில் அணுகாது. ஆல்கனபல கடகனபல் கமசியான பலபா അതിനാൽ താൻ വേദാഗമം இப்படி சொல்லுகிறது, என் நாமத்தினாலே அவர் பிசாசுகளை துரத்துவார்கள். ஹல்லேலூயா. ஆமென். சந்தோஷமுள்ளவர் கையை உயர்த்தி ஹல்லேலூயா. பரிசுத்த ஆவியின் அபிஷேகம் நமக்குள்ளே வெளிப்படும் போது பிசாசுகளை துரத்தக்கூடிய கிருபை கிடைக்கும். இப்ப நாம் என்ன எல்லாம் படிச்சது? முதலாவது படிச்சு பரிசுத்த ஆவியின் அபிஷேகம் வரும்போது பலனடையும், கர்த்தருக்கு சாட்சியாகும், கர்த்தரின் வரவுக்காய் நம்மை ஆயத்தம் பண்ணுவார். ஹல்லேலூயா. 2, பரிசுத்த ஆவியின் அபிஷேகம் வரும்போது வெளிப்படுத்தல்கள் கிடைக்கும். கையை உயர்த்தி ஹல்லேலூயா. 3, பரிசுத்த ஆவியின் அபிஷேகம் வெளிப்படும்போது அந்நிய பாஷையில் ஜெபிக்குவதற்கு கிருபையே கிடைக்கும். அப்பொழுது ரகசியமான காரியங்கள் கர்த்தர் பேசும். 4, ஆவியின் அபிஷேகம் வெளிப்படும் போது பிசாசுகளை துரத்துவதற்கு கிருபையே கிடைக்கும். சந்தோஷமுள்ளவர் கையை உயர்த்தி ஹல்லேலூயா. 5, பரிசுத்த ஆவியின் அபிஷேகம் நமக்குள்ளே செயல்படுமானா ஆமென் கிடைക്കുന്ന 5வது குணமான ஸ்தோத்திரம் அப்போஸ்தலர் நடபடிகள் 2ஆம் அதிகாரம் அதனுடைய 43வது வசனம். அப்போஸ்தலர் நடபடிகள் 2ஆம் அதிகாரம் அதனுடைய 43வது வசனம். பரிசுத்த ஆவியின் நிறைவு உங்களுக்குள்ளே வருமானா உங்களுடைய அத்தனை பயங்களும் மாறிடும்.
உங்களை பார்த்து அநேக விஷயங்கள் பயப்பட தொடங்கும். அல்லேலூயா. இപ്പം நிறைய பயங்கள் நிறைய மக்களுக்கு இருக்கு இல்லையா? ஒரு சிலர்களுக்கு இருட்டே பார்த்தால் பயம். நைட்டில் லைட் கூட ஆஃப் பண்ணல, அப்படி பண்ணினா அவ்வளவுதான், ഞെട്ടി വിറച്ചിടും. அல்லேலூயா. ஒரு கரண்ட் போய் ஒரு அலர்ச்ச கேட்கும், பயம், இருட்டே பயம். கேவலமா பேசணும்னு ஆமென் நினைக்க கூடாது. அப்படி இருக்கு, நிறைய மக்களுக்கு அப்படி இருக்கு. இந்த முറിയിൽ നിന്ന് കിച്ചൺ വരെ പോയി கொஞ்சம் தண்ணீரை எடுக்கണമെങ്കിൽ நைட் ஆனா ഒരാൾ കൂട്ടുக்கு വേണം, അല്ല വിട്ട പോക മാട്ടേൻ. பயம், யாரோ அங்கே ഞെക്കുമോ, ഓ யாராவது இருக்கா, பயம். தேவன் கூட உണ്ടെന്നുള്ള ബലമില്ല. കൈ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. ഇനി പാമ്പെ പാത്താ ഭയം. ഞാൻ എപ്പോഴും എല്ലാത്തെയും ഭയം, പാമ്പെ ഭയം, പല്ലിയെ ഭയം, പാച്ചെ ഭയമില്ലാത്ത ദേവനെ മറ്റും എന്താ ഭയവും ഇല്ല. പുരിയതാ? കൈ ഉയർത്തിയാൽ ആനാ ദേവനെ നീ பயத்தோடு பாக்கி ஒன்னினை நீ பயப்பட மாட்டேன். அல்லேலூயா. அது வசனத்தில் அப்படி இருக்கு. இரவில் உண்டாகும் பயங்கரத்தும் பகலில் பறக்கும், இருளில் நடைமாடும், மத்தியானத்தில் பாழாக்கும். உனக்கு உன் ஒரு பக்கத்து 1000 வலது பக்கத்து, ஆனா அது உன்னிடத்தில் அணுகாது. கை உயர்த்தி ஹல்லேலூயா. அவள் தேவ பிள்ளைகளை, இந்த உலகத்தில் பயம் இருக்கு. அதனால் தான் பைபிள் அப்படி சொல்லியது. இரவில் உண்டாகும் பயங்கரத்துவம். இரவில் மட்டுமல்ல, இப்பொழுது உள்ளவருக்கு பகலு கூட பயமா. கை உயர்த்தி ஹல்லேலூயா, ஸ்தோத்திரம். எப்படி வாழுவேன், என்ன செய்வேன், இப்படி போனா என் வாழ்க்கை எங்கே சென்று நிற்கும், என் பிள்ளையின் வாழ்க்கை எங்கே சென்று நிற்கும், ஆமென், என் எதிர்காலம் என்ன ஆகும், என் பிள்ளை எങ്ങനെ திருமணம் பண்ண வைக்கும், என் பிள்ளை எങ്ങനെ படிக்க வைக்கும், ஸ்தோத்திரம், அந்த லோன்ஸ் எல்லாம் ഞാൻ எப்படி அடைக்கும், இங்கே எதிர்காலத்தை சொல்லி நாளையே சொல்லி பலதே சொல்லி பயம். ஆனா ஆவியின் அபிஷேகம் உனக்குள்ளே வெளிப்படுமானா உன் வாழ்க்கையிலே அத்தனை பயங்களும் மாறிடும். உன்னை பார்த்து அநேகருக்கு பயம் வர தொடங்கும். புரிந்தவர்கள் கையை தட்டி ரபல் கமான பலபா ஆல்கனபல் கமசியான பலபா வைடபல. தேவன் நமக்கு பயமுள்ள ஆவியை கொடாமல் பலவும் அன்பும் தெளிஞ்ச புத்தியும் உள்ள ரபல் கமான பல கடகணபல் கமசியா ஆல்க பிரபட பல பசியா. பிரைஸ் தி லார்ட். അതിനാൽ താൻ വേദാഗമം அப்படி சொல்லுന്നത്. தேவன் നമുക്ക് பயமுள்ள ஆவியே, ബലവും അൻപും തെളിഞ്ഞ ബുദ്ധിയുമുള്ള ആവിയെ. സ്തോത്രം. ഫാദർ ബർക്കമൻസ് അങ്ങനെ ഒരു പാടലും പാടിയിട്ടുണ്ടല്ലേ. പവറാവി എനക്കുള്ളേ அந்த பயாவி அனுவதில்லை, பவராவி எனக்குள்ளே அந்த பயாவி, ஓ அன்பினாவி எனக்குள்ளே நான் அகற்றிவிட்டேன் கசப்புக்களே. அன்பினாவி எனக்குள்ளே நான் அகற்றிவிட்டேன் கசப்புக்களே. வல்லமையின் ஆவியானவர் என்னுள் வந்துவிட்ட காரணத்தினா பொல்லாத சாத்தானே ஒரு சொல்லாலே, ஓ வல்லமையின் ஆவியானவர் என்னுள் வந்துவிட்ட காரணத்தினா பொல்லாத சாத்தானே ஒரு சொல்லாலே விரட்டி விட்டே. பவராவி எனக்குள்ளே அந்த பயாவி அனுவதில்லை, பவராவி எனக்குள்ளே அந்த பயாவி அனுவதில்லை. ஓ அன்பினாவி எனக்குள்ளே நான் அகற்றிவிட்டேன் கசப்புக்களே. ஓ அன்பினாவி எனக்குள்ளே நான் அகற்றிவிட்டேன் கசப்புக்களே. வல்லமையின் ஆவியானவர் என்னுள் வந்துவிட்ட காரணத்தினா பொல்லாத சாத்தானே ஒரு சொல்லாலே விரட்டி விட்டே. வல்லமையின் ஆவியானவர் என்னுள் வந்துவிட்ட காரணத்தினா பொல்லாத சாத்தானே ஒரு சொல்லாலே விரட்டி வி. ஹல்லேலூயா. அந்த நம்பிக்கை உள்ளவர் கையை அடிச்சு கர்த்தருக்கு ஹல்லேலூயா. பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட், ஹல்லேலூயா. അപ്പോൾ ദേവപിള്ളകളെ,
പരിശുദ്ധാവിயின் അഭിഷേകം പൗലുക്കുள்ளே வெளிப்பட்டப்போ, அப்போஸ்தலர்களுടെ നടുവിൽ வெளிப்பட்டப்போ அவர்களை பார்த்து உலகத்துக்கு பயம் വന്നു. സ്തോത്രം. ഇനി ഒരു മുறை കൂടെ அந்த വചനത്തെ പഠിപ്പോമാ? അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം അതിനുടെ 43-ാമത് വചനം. എല്ലാവർക്കും ഭയമുണ്ടായി. അപ്പോസ്തലர்களாலே അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യപ്പെട്ടത്. സ്തോത്രം. ഞാൻ ഇതേക്കുറിച്ച് ആമൻ பேசும்போது ഇനി ഒരു വചനം കൂടെ ഇருக்கு. അപ്പോസ്തല നടപടികൾ ആമൻ അതിനുടെ 17-ാം അധികാരം 6-ാമത് വചനം. അപ്പോസ്തല നടപടി 17-ാം അധികാരം 6-ാമത് വചനം. அவர்களை காணாமல் யாசோனையும் ചില സഹോദരങ്ങളെയും ഉലകത്തെ കലക്കുന്നവർ ഇങ്ങേയും വന്നു. സ്തോത്രം. ആവിயின் അഭിഷേകം നമുക്കുള്ള വെളിപ്പെടുമാണ്. ദൈവപിള്ളകളെ, നമ്മെ பார்த்து ലോകം ചൊല്ലണ ഒരു വാർത്ത, ഉലകത്തെ കലക്കണവർ. അയ്യോ ഉയർത്തി ഹല്ലേലൂയ. മലയാളം തമിഴിൽ അത് ഉലകത്തെ കലക്കണവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കൊടുക്കുവാനായിട്ട് ദൈവപിള്ളകളെ, പൗലിനെ பார்த்தாൽ അവളോ പെരിയ ആളാ. ആമേൻ. ഞാൻ அப்படி நினைச்சு பவுலை பார்த்தபோது உலகத்தை கலக்கண மனிதன் இங்கே வന്നുവോ? ஏன் அப்படி சொல்லப்பட்டது? பவுல் பெரிய மசல் இருக்கிற மனுஷனா? ജിമ്മിൽ പോകണ ആളാ എല്ലാ നാളും? പൗലെ பார்த்து ഇவ்வளவு ഭയം വരുവதற்கு அப்படி ஒன்றும் ഇല്ല. കാരണം വേദാഗമം പഠിച്ചപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ നിരൂപത്തിൽ മികവും തിട്ടമായി പൗൽ എഴുതിയിരിക്കണോ പൗലെ കുറിച്ച് പട്ടിണി, പഞ്ചം, ഉപദ്രവം, ദാരിദ്ര്യം, കഷ്ടത, ഉറക്കിളപ്പ്, പൈതാഹം, നദികളാലുള്ള ആപത്ത്, ആമൻ തിരുടന്മാരാലുള്ള ആപത്ത്. സ്തോത്രം. പല മുறை ആമൻ കോലിനാൽ അടിപൊണ്ടു, പല മുறை കല്ലേറുകൊണ്ടു, ചില ദിവസങ്ങൾ കടലുക്കുള്ളേ വെള്ളത്തിൽ കിടക്ക വേണ്ടി വന്നു. ഇങ്ങനെ പലവിധ കഷ്ടതകളാൽ, ഉപദ്രവത്താൽ, ദാരിദ്ര്യത്താൽ, പഞ്ചത്തിനാൽ പൗലിനുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയി. കൈ ഉയർത്തി ഹല്ലേലൂയ. അപ്പോഴിത് നീങ്ക നിனைക്കണ പോലെ പൗൽ പെരിയ മസൽ ഇരിക്കണ മനുഷ്യനല്ല. പുറമേ കണ്ടാൽ ക്ഷയിച്ച ഒരു മനുഷ്യൻ, വള്ളിക്കോല് പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഊളിയ നിമിത്തം. இந்த മനുഷ്യൻ നടന്നു വരുമ്പോ ലോകം പറയുന്നു, ഇവൻ സാധാ മനുഷ്യനല്ല, ഉലകത്തെ കലക്കുന്നവർ. കൈ ഉയർത്തി ഹല്ലേലൂയ. ഇനി ഞാൻ നനച്ചു, പൗലെ பார்த்து ഉലകത്തെ കലക്കുന്നവൻ എന്ന് ചൊല്ലുവதற்கு ദേവപിള്ളകളെ, പൗലിനുടെ കയ്യിൽ യഥാർത്ഥ ആയുധങ്ങൾ ഇരുന്നോ? വലിയ വാളോ അല്ലെങ്കിൽ കുന്തമോ അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ അമ്പും വില്ലോ യഥാത് വെച്ചിട്ടാണോ പൗൽ പ്രയാണം പണിയത്? ഒന്നുമില്ല. പൗലിനുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് இந்த மாதிரி ചില എഴുത്തുകൾ, പുസ്തകത്തിനുടെ ചില ചുരുളുകൾ. അത് ഈ മാടിനുടെ തോലിൽ എഴുതിയത്, ചർമ്മലിഖിതം എന്ന് താൻ വേദാഗമത്തിൽ കൊടുത്തിരിക്കുന്നത്. മാടിനുടെ തുകലിൽ എഴുതിയ കുറെ ചുരുളുകൾ, വേദാഗമത്തിനുടെ ചില ചുരുളുകൾ. പിന്നെ ഒരു പുതപ്പിരുന്നത്, ഒരു പുതപ്പും വേദാഗമത്തിനുടെ ചില ചുരുളുകളും മറ്റും പൗലിനുടെ കയ്യിൽ ഇരുന്നത്. இந்த മനുഷ്യൻ ഈ പുതപ്പോടെയും ഈ ചുരുളോടെയും നടന്നു വരുമ്പോ ഉലകം വിറച്ചു പറയുന്നു, ഇവൻ സാധാ മനുഷ്യനല്ല, ഉലകത്തെ കലക്കുന്നവൻ. കൈ ഉയർത്തി ദൈവനിക്ക് മഹിമയെ കൊടുക്കാം. വാളോ വടിയോ കയ്യിലില്ല, പെരിയ മസലില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, മലയാളം തമിഴ് ബൈബിളിൽ ഉലകത്തെ കലക്കണവരെന്ന. അനെ ഇനി ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വാസിച്ചപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് they are planet shakers എന്നാ. they are planet shakers എന്ന് വെച്ചാൽ ഉലകത്തെ കുലുക്കുന്നവരെന്ന. ഉലകത്തെ എന്ത് ചെയ്യുന്നവർ? അസഹ്യ വയ്ക്കുന്നവർ, കുലുക്കുന്നവർ. ഇനി ഒരു പരിഭാഷയിൽ വാസിച്ചപ്പോൾ അതിലെഴുതിയത് they are making the world upside down. അവർ ഉലകത്തെ തലകീഴാക്കുന്നവര്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, വാളോ വടിയോ കയ്യിലില്ലാതെ, പെരിയ മസൽ പവർ ഇല്ലാതെ,
ആമൻ ഒരു മനുതൻ ഒരു പുതപ്പോടെ കൊഞ്ചം ബൈബിൾ വസനങ്ങളോടെ നടന്നു വരുമ്പോൾ ഉലകം അസൈന്ന് വിളിച്ചു പറയുന്നു, ഇവൻ സാധാ മനുതനല്ല, ഉലകത്തെ ആമൻ തലകീഴാക്കുവதற்கு ഇവനുക്കുള്ള ഏതോ ഇருக்கு, അതുതാൻ ഞാൻ ചൊല്ലണം. ആമീൻ വല്ലവേ வாளுக்கும் வடிக்கும் செய்ய முடியாதது ஆவியானவர் செய்யும். பரிசுத்தாவியின் அபிஷேகத்தோட நீ இருக்குமானா உன்னை பார்த்து உலகத்துக்கு பயம் வரும். ആമേൻ, സ്തോത്രം. സന്തോഷമുള്ളവർ കൈ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുக்கலாம். ഞാൻ ഇതേക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഈ ചില ഊളിയர்கள் നമ്മുടെയൊക്കെ ദേശത്ത് വരാൻ അനുവദിക്കാത്തതിൻ്റെ കാര്യം, അവരുടെ കയ്യിൽ വാളോ വടിയൊന്നുമില്ല, ആറ്റം ബോംബോ ക്രൂയിസ് മിസൈലൊന്നുമില്ല. പക്ഷെ ചില ഊളിയക്കാര് എയർപോർട്ടിൽ വരുമ്പോൾ സ്തോത്രം ആമൻ ആളുകൾ പ്രശ്നമുണ്ടാക്കി അവരെ ബാൻ ചെയ്ത് തിരിച്ചുവിടും. ഏനെന്നാൽ ഭയം. അവരിங்கே ഇറങ്ങിന കർത്തരുടെ പ്രസന്നവും അവരോട് കൂടെ വെളിപ്പെടും. ആരൊക്കെയോ ഭയപ്പെടുന്നു അതിനെ. കൈ ഉയർത്തി ഹല്ലേലൂയ. അതിനാലാണ് പൗലെ പാത്ത് ഉലകത്തെ കലക്കണവർ ഇവിടെയും വന്നുവോ എന്ന് ചൊല്ലുന്നത്. അപ്പോഴത് എനിക്കൊരു കാര്യം നല്ല കർത്തർ പുരിയ വെച്ചു, ആവീൻ അഭിഷേകം വെളിപ്പെട്ടാൽ ഉനക്ക് ഒരു ഭയവും അനുകാത്. ഹല്ലേലൂയ. ദെൻ வாழ்க்கைയിലെ ഭയങ്ങളെല്ലാം വേരോടെ പിഴുതു മാറും. ഉന്നെ பார்த்து അനേകർ ഭയപ്പെട തുടങ്ങും. ഇത് മറ്റുമല്ല ദൈവപിള്ളകളെ, ഞാൻ ഏற்கனவே ചൊല്ലിയില്ലേ, அந்த സാധു സുന്ദർ സിംഗ് ഊളിയക്കാരൻ അവര് ഒരിക്കൽ ടിബറ്റ് എന്ന് പറയുന്ന ദേശത്ത് ഊളിയത്തുക്കായി പോയി. എന്താ ഇടം? ടിബറ്റ്. അங்கே അവർ പ്രയാണം ചെയ്ത് ഊളിയത്തുക്ക് പോന്നപ്പോൾ ടിബറ്റിനുടെ ഭരണം നടത്തുന്നവർ താൻ ലാമമാര്, അവര് മതപുരോഹിതർ കൂടെയാ ലാമമാര്. ഈ ലാമമാര് സാധു സുന്ദർ സിംഗ് എന്ന ഊളിയക്കാരനെ അറസ്റ്റ് ചെയ്തു. ഇവർ മതപരിവർത്തനം നടത്തുന്നു, ഒരു അന്യദേവന്റെ നാമത്തെ ഇവിടെ പ്രസംഗം ചെയ്തു, അറിമുഖപ്പെടുത്തി എന്നെല്ലാം ചൊല്ലി അവർകളെ കൊലൈ ചെയ്വதற்கு കട്ടള കൊടുത്തു. രണ്ട് വിധമായി അങ്ങേ കൊലൈ ചെയ്യും. ഒന്ന്, മാടിനുടെ തോലിൽ ഉയിരോടെ തുന്നി മാർക്കറ്റിലിട്ട് കൊലൈ ചെയ്യും. രണ്ട്, ആഴമുള്ള പൊട്ട കിണറ്റുക്കുള്ള പോട്ട് കൊലൈ ചെയ്യും. ഇതിൽ സുന്ദർ സിംഗുക്ക് കിടച്ചത് പൊട്ട കിണറുക്കുള്ളേ പോട്ട് കൊലൈ ചെയ്യണ അന്ത കാര്യം താൻ. അത്തനെ ജനവും നോക്കി നിൽക്കെ കട്ടള കൊടുത്തു. അവർകളെ തൂക്കിയെടുത്ത് പൊട്ടക്കുഴിയിലെ ഇട്ടു, ആഴമുള്ള പൊട്ടക്കിണറ്റുക്കുള്ളേ. അതുക്കപ്പുറം அந்த கிணறினோட வாய் மூடி லாக் ചെയ്തു. அந்த சாவி ലാമ തന്നോട് ബെൽറ്റുക്കുള്ള ഇട്ടു. யாராவது இங்கே ஒரு அந்நிய தேவனை பிரசங்கம் பண்ணினால் இதுதான் அவனோட கதி. விளம்பரம் செய்തു. இந்த சுந்தர் சிங் கிணற்றுக்குள்ள வீணப்போது തന്നോട് കൈക്ക് മറ്റും കൊഞ്ചം ഉളുക്ക്, ഒരു ചിന്ന ഫ്രാക്ചർ ഏതോ, ചിന്ന ഒരു ഉളുക്ക് ഏതോ നടന്നിരിച്ച് അതേ ഒഴിച്ചാൽ ഒരു എലുമ്പ് കൂടെ ഒടിയല. എനിക്ക് നിറയെ പേരെ പുരിയും. ബാത്റൂമിലെ ചുമ്മാ ഉരുണ്ട് വീണിട്ട് 4 ഒടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കണവരെ എനിക്ക് പുരിയും. അപ്പോളാ ഇവളോ ആളമുള്ള പൊട്ടക്കിണയിൽ വീണിട്ടും ഒരു എലുമ്പ് കൂടെ. അപ്പൊ കർത്തർ ഒരു കാര്യം പുരിയ വെച്ചോ, ഒരു എലുമ്പ് ഒടിയണോ കൂടെ കർത്തർ അനുമതി കൊടുക്കണം. അയ്യോ ഉയർത്തി ഹല്ലേലൂയ. എത്ര പേർക്ക് നമ്പിക്ക ഇരിക്ക? ഉൻ തലയിലെ മുടി കൂടെയും കർത്തർ എന്നെ ചെയ്തിരിക്കണു, എണ്ണി വെച്ചിരിക്കണു. അവയിൽ ഒന്നുകൂടെ ദേവനുക്ക് തെരിയാമൽ കീഴെ പോകാതെ. നമ്പിക്കുള്ളവർ കൈയടിച്ച നല്ല ദേവനുക്ക് ഹല്ലേലൂയ. നീ കർത്തരെ നമ്പ്. റിബല കിടക്ക കർത്തർക്ക് പുരിയാമൽ എന്ത ഛേദവും ഉനക്ക് അനുകാത്. ഹല്ലേലൂയ. അവര് കീഴെ വീണപ്പോത് ഏற்கனவே വീണ തിരുടന്മാരുടെ സ്തോത്രം മാംസം, ഇറന്നു പോണ തിരുടനുകളുടെ അളിഞ്ഞ മാംസങ്ങൾ അങ്ങേ ഇருக்கு, എലുമ്പ് കൂടുകൾ അങ്ങേ ഇருக்கு, പ്രേതങ്ങൾ അങ്ങേ ഇருக்கு. அந்த நாற்றத்தின் மத்தியே அதெல்லாம் தள்ளி மாற்றி அவர்களும் அந்த குழிக்குள்ளே முட்டை குத்தி ஏசப்பாவை அழைக்க தொடங்கி. നമ്മുടെ കർത്തർക്കുള്ള ബഹുവിശേഷം അവர்கள் ആലയത്തുക്കുള്ളേ മറ്റും വെളിപ്പെടും ദേവനല്ല, എങ്കേയും വെളിപ്പെടും അവർ.
കാട്ടുക്കുള്ളയും കടലുക്കുള്ളയും. സ്തോത്രം, ഹല്ലേലൂയ. മുമ്പേ പാടിയതുപോലെ പെരുങ്കാറ്റിൻ നടുവിലും, സ്തോത്രം, സിംഹത്തിൻ ഗതിയിലും അവർ വെളിപ്പെടും. കൈ ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവപിള്ളകളെ, അവർ ജപിച്ചിട്ടിരിക്കുമ്പോൾ திடீர்னு ഒരു ஒளி வந்துருச்சாங்க. அப்போஸ்தலர் நடபடி 12ஆம் அதிகாரத்தில் இருக்கு. பேதுருவை சிறைச்சாலையில் അടച്ചിട്ടിരിക്കുമ്പോൾ സഭ ഊക്കമായി ജപം பண்ணுമ്പോൾ അറയിൽ ഒരു ഒളി വന്നത്. കർത്തരുടെ ദൂതൻ അങ്ങേ ഇറങ്ങി. കൈ ഉയർത്തി ഹല്ലേലൂയ. മികവും കൃത്യമായി അത് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതേപോലെ ദൈവപിള്ളകളെ, ഓക്കെ, എന്തായാലും ഡിസ്പ്ലേ പണിയതല്ലേ, വാസികൾ அந்த வசனம். வாசிங்கள் கீழே. കണ്ടോ, കർത്തരുടെ ദൂതൻ അങ്ങേ വന്ന് നിന്നു. അറയിലൊരു ഇതേ വെളിച്ചം മന്ദ പൊട്ടക്കുഴിക്കുള്ളേ ഇറങ്ങി. കൈ ഉയർത്തി ഹല്ലേലൂയ. ഈ വെളിച്ചത്തിൻ മധ്യ ഒരു കയർ ഇറങ്ങി വരണതേ സുന്ദർ സിംഗ് பார்த்தது. சுந்தர் சிங் அந்த கயரில் பிடிச்சுக்கொள், அப்படி ஒரு சப்தம் அவர் கேட்கணும். அவர் அந்த கயரை பிடிச்சு, அந்த கயர் மேலோட்டே உயர்த்தப்பட்டு. தேவ பிள்ளைகளே, கொஞ்ச டைமுக்குள்ளே കിണറെ വിട്ട് അവർ വെളിയെ വന്നു. വെളിയെ വന്ന് നോക്കുമ്പോൾ കയർ കാണല, ഒളി കാണല, ഒരു നബറെ കൂടെ അങ്ങ് കാണല. அதுக்கெல்லாம் மேல் அற்புதம். இப்பொழுதும் அந்த கிணறினோட வாய் அது மூடி லாக் பண்ணி தான் இருக்கு. எப்படி தான் வெளியே വന്നു? அதுதான் வேதாகமம் சொல்லണது. யாரும் பூட்டாத வண்ணம் அடக்கினவரும், யாரும் ஸ்தோத்திரம் துறக்காத வண்ணம் ஆமென் பூட்டனவரும் அவர் தான் கர்த்தராகிய இயேசு. அவர் பூட்டால் யாரும் துறக்க மாட்டேன், அவர் துறந்தால் யாரும் பூட்ட மாட்டேன். ஆமென். அவர்கள் எங்கேயும் வரும். அவர்களை ஆராதிக்குவதற்கு கிடைச்ச பாக்கியம் அது பெரியது. அல்லேலூயா, ஆமென், ஆமென், அல்லேலூயா, ஸ்தோத்திரம். പ്രിയപ്പെട്ട ദൈവപിള്ളകളെ, സുന്ദർ സിംഗക്ക് ഒരു കാര്യം ദൈവൻ പുരിയ വെച്ചു. എൻ കർത്തർ എനക്കായി ഇറങ്ങി വന്നു, അവർ എന്നെ വിടുവിച്ചു. സ്തോത്രം, ആമൻ. സുന്ദർ സിംഗ് അங்கே கொஞ்சம் ദൂരം നടന്ന് ഒരു വെയിറ്റിംഗ് ഷെഡ് இருக்கு, அங்கே போய் கொஞ்சம் ரெஸ்ட் எடுத்து அதுக்கப்புறம் டைரக்டா மார்க்கெட்டிലേക്ക് போய், ചന്തയ്ക്ക് പോയി. எந்த மார்க்கெட்டிലാണോ വിധി പോട്ട് തന്നെ പൊട്ടക്കുഴിക്കുള്ള ഇടാൻ കട്ടില കൊടുത്തത്, அந்த மார்க்கெட்டில் சுந்தர் சிங் உயிரோடு வருணதை பார்த்தா அத்தனை பேரும் பயப்பட தொடங்கி. அல்லேலூய. இனி ஒரு படையாளி, ஒரு சேனாநாயகன் ஓடி இந்த லாமையுடைய அடுக்கல், ராஜாவினுடைய அடுக்கல் வந்தோ. திருமேனி, சுந்தர் சிங் எங்கே? அப்பொழுது திருமேனி ராஜா சொல்லி, உனக்கு தெரியாதா, அவன் பொட்டக்குழிக்குள்ள இப்போ அவன் சத்து காணும். ஸ்தோத்திரம். அவனை பூட்டிய சாவிதே என்னோட பெல்ட்டில். அப்பொழுது அந்த சேனா நாயகன் இப்படி சொல்லி, அந்த சாவி, அந்த கீ மட்டும் உங்களோட பெல்ட்டுக்குள்ள இருக்கு. ஆனா அந்த மனிதன் அந்த மார்க்கெட்டில் உயிரோடு இயேசுவை பிரசங்கம் செய்யணும். ലാമ വിറയ്ക്ക തുടങ്ങി. ആ ഭയന്ന് അദ്ദേഹം ഓടി മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ താൻ പൊട്ടക്കിണറ്റിലിറങ്ങ ആരും ഇതുവരേക്കും വെളിയെ വരല, അതോட முடிஞ்சு. ஆனா இவருக்கு எந்த கேடும் இல்லாமல் உயிரோட நின்று அவர் செய்து கொடுக்கணும். அவரை லோக்கியத சாவி தன் கையில் இருக்கு. பின்ன இது எப்படி நடந்தது? அவர் கையை கூப்பி சுந்தர் சிங்கின் இடத்தில் இப்படி சொல்லி, உங்களே பொட்ட கிணற்றில் போட்டதினால் இப்போ நான் பயப்படுகிறோம். ஆமென். ஏனென்றால் உங்களுடைய தேவன் உயிருள்ள தேவன் என்று இப்பொழுது நான் മനസ്സിലാക്കുന്നു. தேவ பிள்ளைகளே, ஆவியின் அபிஷேகம் உனக்குள்ளே செயல்படுமானா உன்னை பார்த்து உலகம் பயப்பட தொடங்கும். ஆல்கனபல கடகனபசி யாதரே ஆல்கா ரபல் கமா ரபல் கமானா ரம்பவானகசி யானபலபா ஆல்கா பிரபனபல பௌடாலா இயேசுவின் மகத்துவம். Praise the Lord, praise the Lord, praise the Lord. Hallelujah.
അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവപിള്ളകളെ ഞാൻ ഉங்களிடத்தில் പറയുകയാ, പരിശുദ്ധാവിயின் അഭിഷേകത്തെ பெற்றுக்கொள்ளணும். இது நீங்க பெற்றுக்கொண்டால் எந்த பயவும் உன் வாழ்க்கையில் அணுகாது. ஸ்தோத்திரம். என்ன வந்தாலும் நீ சொல்லும், தைரியமா சொல்லும், இந்த உலகத்தில் எல்லாரும் என்னை தள்ளிவிட்டாலும் என் கர்த்தர் என்னோடு கூட இருக்க அவர் என்னை நடத்தும். மரண பள்ளத்தாக்கில் கூட நான் போனாலும் ஸ்தோத்திரம், எந்த சேதமும் வராதபடி என் கர்த்தர் என்னோடு கூட இரும், அங்கேயும் என்னை நடத்துவாரும். நீ தைரியமா சொல்லும். அதுக்கு நீ அபிஷேகத்தை பெற்றுக்கொள்ளணும். கை உயர்த்தி அல்லேலூயா. எத்தனை பேருக்கு ஆசை இருக்கு, எனக்கும் இந்த ஆவியின் அபிஷேகம் வேணும் ஆண்டவரே? அல்லேலூயா. ஆசை உள்ளவர் கை உயர்த்தி அல்லேலூயா. அப்பொழுது നാളെ പകൽ സെക്ഷൻ നമ്മൾ പരിശുദ്ധാവിயின் അഭിഷേകത്തെക്കായി ജപിക്കുന്ന സെക്ഷൻ ആയിരിക്കും. ഹല്ലേലൂയ. നാളെ പാസ്റ്റർ ചൊല്ലിയതുപോലെ ആമേൻ കാലയിൽ 10 മണിക്ക് അല്ലയാ ആരാധന തുടങ്ങും. ജ്ഞാനസ്നാന ആരാധനയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ജ്ഞാനസ്നാനം എടുക്കാത്തവர்கள் ഉണ്ടെങ്കിൽ കണ്ടിപ്പാ നീങ്ക എടുക്കണം. ആമേൻ ഇന്ന് നൈറ്റും നമുക്ക് ടൈമുണ്ട്. സ്തോത്രം. ഒപ്പുകൊടുക്കാത്തവർ ഒപ്പുകൊടുക്കാം. ആമേൻ. ദൈവപിള്ളകളെ കർത്തരോട് ചേരുക. ആമേൻ. അതുക്കപ്പുറം നാളെ നമ്മൾ പരിശുദ്ധാവിൻ നിറവുക്കായി ജപം നടത്തും. ഹല്ലേലൂയ. പരിശുദ്ധാവിൻ അഭിഷേകത്തെക്കായി നീങ്ക ആയത്തമായി വാ. கர்த்தர் அநேகரை தொட போகையா. சந்தோஷமுள்ளவர் கை உயர்த்தி ஹல்லேலூயா. இந்த ஆவியின் அபிஷேகம் வந்தப்பொழுது என் வாழ்க்கை மாறி மறைഞ്ഞது. ஹல்லேலூயா. அதை குறித்து ഞാൻ നാളെ ഉங்களிடത്തിൽ பேசும். ஸ்தோத்திரம். இந்த பரிசுத்தாவியின் அபிஷேகம் உங்களோட வாழ்க்கையில் வந்தால் நீங்க எல்லாம் சேஞ்ச் ஆகும். கேட்டோ சிஸ்டரே? ஆமென். ஆவியின் அபிஷேகம் உனக்குள்ளே வெளிப்பட்டால் നിൻ வாழ்க்கை என்ன செய்யும்? சேஞ்ச் ஆகும். ஹல்லேலூயா. ஆமென். നമുക്കൊരു ധൈര്യം വരും. ഹല്ലേലൂയ. என் கூட என் கர்த்தர் உண்டு. ஸ்தோத்திரம். மனிதர்கள் யாரும் எனக்கு உதவி செய்யாமல் இருந்தாலும் என் கர்த்தர் என் வாழ்க்கையில் என்ன செய்யும்? உதவிகளை செய்யும். நான் உன்னை பார்க்கும்போது ஒரு சில முள்ளுகள் உன் வாழ்க்கையில் இருக்கிறதை கர்த்தர் என்னை காண்பிக்கணும். ரிபல் கமனம். ஆமென். முள்ளுகள் ஒரு சில வேதனைகளை, பிரயாசங்களை, கஷ்டங்களை, துன்பங்களை காண்பிக்கிறதா? ஆனாலும் ஆமீன், கர்த்தருடைய ஆவியின் அபிஷேகம் நமக்குள்ள வெளிப்படும் போது கர்த்தர் தூக்கி எடுத்து நம்மை மாற்றிவிடும். கை உயர்த்தை அல்ல. அதனால் ഇപ്പോൾ ഇരിക്കും മുള്ളുകളിൻ മധ്യത്തിൽ നീ സോർന്നു പോക വേണ്ട. ഈ റോസാ പൂവ് അതിൽ മുതലാവത് ആമേൻ அந்த പൂവല്ല വരുന്നത്, മുതലാവത് മുള്ളു താൻ വരും. ഹല്ലേലൂയ. അതുക്കപ്പുറം താൻ എന്നെ വരും? പൂവ് വരും. ഹല്ലേലൂയ. അപ്പോഴത് ഇപ്പോൾ வாழ்க்கைയിൽ ഇരിക്കുന്ന മുള്ളുകൾ നന്മയ്ക്കാ. அது பரிசுத்தாவி சொல்ல ஒரு ஆலோசனையா. கை உயர்த்தி கர்த்தருக்கு மகிமை கொடுக்கலாம். ரிபல கடகம். நீங்க எல்லாம் கர்த்தருக்காய் ஒப்பு கொடுக்கும்போது உங்களோட வாழ்க்கை மாறி மறையும். பிரதரே, பரிசுத்தாவியின் அபிஷேகம் வல்லமையாയി ആമേൻ വെളിപ്പെട്ട് തുടങ്ങുമ്പോൾ സ്തോത്രം, കർത്തരുടെ രാജ്യത്തേക്ക് ഒരു തൂണായിരിക്കാൻ കർത്തർ നിന്നെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഇന്നാൾക്കളിൽ അവൻ നല്ല കൊഞ്ചം കൂടെ അധികമാണ് നേരം കർത്തരുടെ സമൂഹത്തിൽ ഒതുക്കി വെച്ച് തനിപ്പെട്ട മുറയിൽ കൊഞ്ചം കൂടെ അധികമായി ജപിക്കണം. കർത്തരുടെ ആവിയാണവർ ഉന്നെ ഒരു തൂണാക്കി വെക്കാൻ ആശപ്പെടണം. ഹല്ലേലൂയ. ദേവനുടെ രാജ്യത്തേക്ക്, ദേവനുടെ മഹിമയ്ക്ക് ഒരു തൂണായി നിൽക്കക്കൂടി ഒരു അളയിപ്പ് ഉന്നെ പാക്കുമ്പോൾ കർത്തരനെ കാണിപ്പിക്കുന്നു. റബാല ഹന്തരാധര വൈഡമന ഹസ്തനബൽ കമസ്യാനബലബ. ഹല്ലേലൂയ. റബാല ഹശസി ഗടഗണബലബ അന്തൽ ഖമനഘടകണബല വൈഡ പ്രബന ഭൗഷസയ. ഞാൻ ഉങ്ങളെ പാക്കുമ്പോൾ ദേവൻ എന്നെ ഒരു വെളിപ്പെടുത്തലേക്ക് കാണിപ്പിച്ചു. ഒരു കുടയില്ലേ, അംബർല. സ്തോത്രം. ഈ കുടയുടെ മേൽശീല ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ ഒരു കാഴ്ച. നമുക്കറിയാം, കുട അതിന് മേലെ அந்த ശീല കൂടെ ഇരുന്നാലേ അത് പാതുകാപ്പുള്ളൂ, ഇല്ലയാ? സ്തോത്രം. ആമേൻ. അതിങ്ങനെ ഇളകി പോകുന്ന പോലെ ഞാൻ പെട്ടെന്ന് കണ്ണുകളെ മൂടിയപ്പോൾ അപ്പടി ഒരു കാഴ്ചയെ കണ്ടു. റിബൽ കമാനബലം. മോനെ, സ്തോത്രം. നിനക്കിരിക്കുന്ന പാതുകാപ്പുകൾ നഷ്ടപ്പെട്ടാലും നീ ഭാരപ്പെടേണ്ട. കർത്തർ ഉനക്ക് തുണയായി വരും. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനം ആമേൻ വനാന്തരത്തിലൂടെ പോകുമ്പോൾ ആമേൻ സ്തോത്രം, ബൈബിൾ ഇപ്പടി ചൊല്ലുന്നു, പകൽ അവർക്ക് മേഘസ്തംഭമായി കർത്തർ ഇറങ്ങി, നൈറ്റിൽ അഗ്നി തൂണുകളായി പാതുകാക്കുവதற்கு ദേവൻ ഇറങ്ങി. സ്തോത്രം. ആമേൻ. അത് മനുഷ്യൻ കൊടുത്ത പാതുകാപ്പല്ല, ദേവൻ കൊടുത്തത് 40 വർഷം. ആമൻ. ഇത് പരിശുദ്ധാവി ആമൻ മുൻകൂട്ടി ഉനക്ക് ചൊല്ലണ ഒരു ആലോചന. ഒരു കാറ്റടിക്കണത് പോലെയും കയ്യിലിരിക്കുന്ന ഒരു കുടയിൽ ശീല പറക്കണത് പോലെയും ഞാൻ പാത്തത്. ആനാ ദേവൻ ഒരു മേഘമായി അതിന് നടുവിൽ ഉനക്കായി ഇറങ്ങി വരണതേ ഞാൻ കണ്ടു. അതിനാൽ ഉനക്കിരിക്കും നന്മകൾ അളിഞ്ഞു പോനാലും നീ സോർന്നു പോക വേണ്ട. ഉനക്ക് ദേവൻ താൻ നന്മയായി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇതൊരു ആലോചനയായി കർത്തർ വെളിപ്പെടുത്തണത്. നീ അധികമാ ജപിച്ചാ പോതും. നമ്പിക്കുള്ളവർ കൈയാടിച്ചു. അൽഖനബലം വൈഡബലം ഹസ്തബലം റിബലഘടക. ആവിயின் അഭിഷേകം വെളിപ്പെടണം. കർത്തരിൻ അഗ്നി വെളിപ്പെടണം. റബൽ ഖമാനബല ഭേദബല ഘടകനബൽ ചെയ്യാം.
അടംതരെ വേദ പ്രമാണബൽ ഖമാനബലബ അശ്വബൗഡനബൽ ഖമാനബലബ. യേശുവിന്റെ മഹത്വം മഹത്വം. നന്ദിയപ്പ നന്ദിയപ്പ. ഓ രാഖലബര ബലമന ബല ബൗഷന ബലബര ബലബ അന്തൽ ഖമന ബല ഗടഗനബൽ ഖമാന ബല ഗടഗ റിബാല ഗടഗനബൽ ഖമാന ബലബ വൈഡൽ ഖമന ബല ബൗഡലബ റിബല ഗടഗനബല മന്തൽ ഖമനം. ആൻറ്റി, നിങ്ങളുടെ வாழ்க்கைയിൽ നിറയെ കലങ്കിന അനുഭവങ്ങൾ ഇருக்கு. സ്തോത്രം. ഒന്നുക്ക് പിറകെ അടുത്തത്. ഒരു പ്രയാസം തീരുവதற்கு മുമ്പേ അടുത്തത് വരും. അത് തീരുവதற்கு മുമ്പേ അടുത്തത് വരും. ഇങ്ങനെ അടിക്കടി സോർവുകൾ പോരാട്ടങ്ങൾ വന്നിട്ടേ ഇருக்கு. ഹല്ലേലൂയ. നീ ഉയിരോടിരിക്കണത് യേശുവിനെ നേസിക്കുന്നതിനാലാ. ഹല്ലേലൂയ. അതിനാൽ നീ കവലപ്പെട വേണ്ട. ഇന്നേക്ക് നീ വിശ്വാസമായി വന്ന് ഇരുന്ന് ജപം പണ്ണുമ്പോൾ നല്ല എതിർകാലത്തെ തരുവதற்கு കർത്തർ ഉണ്മയുള്ള ദേവനാ. ഹല്ലേലൂയ. அதிகம் விசுவாசமா கர்த்தரை கூப்பிடணும். ஹல்லேலூயா. இந்த கர்த்தரை தன்னை ஆராதனை செய்யணும். ஹல்லேலூயா. ஏசப்பா உன்னை கைவிடாது. റബൽ ഖമാനബലം. ഇതാ ഞാൻ ഉണക്കായി പുതിയതൊന്ന് ചെയ്യുകയെന്നു. ഒരു പുതിയ പേപ്പറെ മറയ്ക്കണത്. ഇനി இந்த புஸ்தகத்தினோட ஒரு புதிய சாப்டர் மறைக்கலையா, அந்த மாதிரி புதிய ஒரு சாப்டர் மறைக்கണதை கர்த்தர் என்னை காண்பிക്കുന്നു. റിബൽ ഖമാനബലം. முழு மனசோட ஒப்பு கொடுத்து, ஏசப்பா ஆமென், உமது சித்தத்தின்படி என்னை நடத்தணும். உமது தூதர்களை எனக்காய் அனுப்பி என்னை பாதுகாக்கணும். அப்படி நீ ஜெபம் பண்ணு. உனக்கு முடியாததை செய்வதற்கு தேவனால் ஆகும். ஹல்லேலூயா. நம்பிக்கையுள்ள எத்தனை பேர் இருக்கா? ரபல் கமான. நல்லா ஜெபம் பண்ணு. ஆமென். உனக்காகாதது தேவனால் ஆகும். ராபாலக சேகனலரா தானலரபா ஐஷபௌடனபல் கமானபலபா ரந்தனா தூரலபா லாபசிஹா தனாலபசிஹா ரைட்டே நஹல்கமசே ராந்தே நபல் கமானே. യേശുവിന്റെ മഹത്വം മഹത്വം മഹത്വം. നന്ദിയപ്പാ, നന്ദിയോടെ സ്തോത്രമപ്പാ. ഉമ്മേ തുതിக்கிறோமப்பா, ഉമ്മേ ആരാധിக்கிறோமப்பா. ഹല്ലേലൂയ. അങ്ങിരിക്കുന്ന സഹോദരി നെഹമ്യാവിൻ നാളുകളിൽ നെഹമ്യ സ്തോത്രം മുട്ടை போட்டு ஜெபிக்க தொடங்கி. எதுக்காய்? இந்த எருசலேமின் மதில்கள் இடிக்கப்பட்டு கிடന്നു. இந்த மதில்கள் இடிக்கப்பட்டு கிடந்தபோது யாருக்கும் அது கெட்ட முடிக்காத சூழ்நிலை இருந்தது. ஹல்லேலூயா. ஆனா ഒരു നെഹമ്യാവിൻ ഉള്ളത്തിൽ ദേവൻ ഏവുതൽ കൊടുത്തു. നെഹമ്യാവിനാലും അന്ന മതിലെ കെട്ട മുടിക്കാൻ, അല്ലെങ്കിൽ അവനത് മുടിയാത്ത കാര്യം, അവനാൽ അതാകാത്. ആന നെഹമ്യാവുക്ക് പുരിയും, എന്നാൽ ആകാത്തത് എൻ ദേവനാലാകും. ഹല്ലേലൂയ. ഉന്നാലാകാത്ത നിറയെ വിഷയങ്ങൾ ഉൻ വാഴ്ക്കയിൽ ഇരിക്കണതെ പരിശുദ്ധാവി പേസണം. ആന നീ ഒരു കാര്യം മറ്റും നമ്പുക, എന്നാൽ ആകാത്തത് എൻ കർത്തരാലാകും. ഹല്ലേലൂയ. നെഹമ്യാ ജപം പണിയപ്പോൾ என்ன നടന്നത്? രാജാവിനുടെ ഉള്ളത്തിൽ ദേവൻ ഏവുതലെ കൊടുത്തു. ഹല്ലേലൂയ. നീ ജപിച്ചാൽ போதும், உன்னால் ஆகாதது தேவனால் ஆகும். இது கர்த்தருடைய ஆவி பேசின வார்த்தை. தனிப்பட்ட முறையில் உட்கார்ந்து அப்பாவை கூட்டிட்டு ஜெபம் பண்ணு. கர்த்தர் உனக்காய் இறங்கி வரும். ஆல்கனபல வேதபல கடகனபல கமானபலபா ஆல்க பிரபனபசி யானபலபா. ஹல்லேலூய. ஹா ரஹா ரஹா ரபஸா ரம்பவானகஸஹாலரா. യേശുവിന്റെ മഹിമ. ரபல் கமனபல கடகனபல் கமானபல கடகனபசியா. நன்றி ஆவியானவரே, நன்றி ஆவியானவரே, நன்றி ஆவியானவரே. ഈ ദിവസങ്ങളിൽ അത്തனை പേർക്കുള്ളേ പരിശുദ്ധ ആവിயின் അഭിഷേകം செயல்படட்டும். ஆவியின் அக்னி செயல்படட்டும். அக்னி வல்லமை செயல்படட்டும். அபிஷேக தீ இவர்க்குள்ளே வெளிப்படட்டும். റംബവാനക തുരാനബല ഗടഗണബലബാ. ഹല്ലേലൂയ. ഞാൻ ഈ സഹോദരനുക്കായി ഞാൻ ഉങ്ങളെ பார்க்கும்போது സ്തോത്രം, കർത്തരുടെ ആവി ഒരു പകുതി ഇരുളും ഒരു പകുതി ഒളിയുമായി കർത്തരനെ കാണിച്ചു. ഒരു പകുതി പാട്ട് ഒളി, ഒരു പകുതി പാട്ട് ഇരുൾ. அப்படி தேவன் என்னை காண்பிச்சோ. ராம்ச கடக ஒரு பகுதி கர்த்தர் உங்களை ஒளியாய் நடத்தி கொண்டு போகிறது உண்மைதான். ஆனா மறுபகுதி ഇനിയും ഇരുട്ടായിരിക്കണതേ കർത്തർ കാണിച്ചു. അത് മൊളിയായി വരണം. അതുക്കായി കർത്തരെ, എൻ വാഴ്ക്കയിൽ ഒരു പകുതിയല്ല മുഴുവനും ഒളി വേണമയ്യാ. സ്തോത്രം. ഉള്ളേ തുറന്ന് ഹൃദയം നുറുങ്ങി ഇനിയും ജപിക്കാൻ പരിശുദ്ധാവി ഏവുതലെ കൊടുക്കുക. ഇത് ഞാൻ കാണുന്ന വെളിപ്പാട്. കൈ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നാൾക്കളിൽ നിങ്ങൾ അത്തனை പേരും ആവിயின் അഭിഷേകത്തിനായി ഒപ്പുകൊടുക്കുമാനാ
இந்த ஆவியின் வல்லமை வெளிப்படும் போது முழுவனாயும் கர்த்தர் நம் வாழ்க்கையை ஒளியாக்கி மாற்றும். ஆமென். நம்முடைய வாழ்க்கையில் ஒரு பகுதி மட்டுமல்ல, ரபல் கமன முழுவனாயும் ஆல் கனபல் கமான பலகட கணபசியா ரதே நஹல் கமை ரசே இயேசுவின் நாமத்தில் ரீபல் கமன பலபசியா ரதே லரே இயேசுவின் நாமத்தில் ராம் சபௌடா நபல் கமானபல் கமசா ரம்ப பிரபானபல் கமானபல கடகடபசியா வைஷபல கடகடபலபா. ഹല്ലേലൂയ. ഞാൻ ഉങ്ങൾക്കായി ഉങ്ങളെ பார்க்கும்போது വീട് പണിയുന്നവർ തള്ളിവിട്ട കല്ല് കർത്തർ എന്നെ ചെയ്തു മൂലക്കല്ലാക്കി. நீங்க தள்ளப்பட்ட ஒரு கல்லு தான், ஆனா கர்த்தரை நம்பினவருடைய மூலக்கல்லாக்குவதற்கு ரிபல கடகணபலோ ஆமன். எங்கே எல்லாம் உன் தலையை குனிஞ்சோ அங்கே எல்லாம் கர்த்தர் கணம் பண்ணும். வைடபல கடகணபல் கமானபல கடகணபசையா ரந்தநாதனா. ഇന്ന് രാത്രി എത്ര പേർ ഒപ്പ് കൊടുത്ത് ജപിക്കും? പരിശുദ്ധ ആവിയേ ഉമ്മദ് അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. രന്തനാ ദീപാലബരബലബനബ. நன்றி அப்பா, நன்றி அப்பா. ரபல் கமசி கடக நபல் கமான பலபா. நந்தியோட ஸ்தோத்திரம் ஆண்டவரே. ஹல்லேலூயா. ஆமென். അതുകൊണ്ട് ஆவியின் அபிஷேகத்துக்காய் ஜெபிக்குமான் எത്ര பேருக்கு മനസ്സ് இருக்கு? ஹல்லேலூயா. நீங்க ஜெபம் பண்ணி ஆயத்தமாய் வரணும். நான் கழிஞ்ச 19 வருஷமாய் இந்த விஷயத்தை பிரசங்கம் பண்ணணும். இதுவரைக்கும் என்னாலே இது முடிக்க முடியாது. ஆமென். ஆவியின் அபிஷேகம் கேட்குவதற்குள்ளதல்ல, அது அனுபவிக்குவதற்குள்ளது. ஹல்லேலூயா. அதனால் ஜெபத்தோட ஆயத்தத்தோட நாள வா, உங்களோட வாழ்க்கையை கர்த்தர் மாற்றிடும். அத்தனை பேரையும் தேவன் ஆமென் நாளை நாம் ஜெபம் பண்ணும்போ ஆவியினால் அபிஷேகம் பண்ணுவாங்க. இப்பொழுது நமக்கு எழும்பி நிற்கலாம். அருமையான ஊழியக்காரர் நாம் என்னுடைய பாடலை பாடும், நமக்கு சேர்ந்து கை தட்டி ஆமென் பாடலை பாடி ஆராதனை பண்ணி ஆமென் நமக்கு முடிக்கலாம். ஸ்தோத்திரம். ஹல்லேலூயா.